ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കരയിലെ MLA ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ഉമാ തോമസ് കൈകാലുകളിൽ ചലിപ്പിച്ചു എന്ന് ബന്ധുക്കൾ പറയുന്നു. ഉമാ തോമസിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം റിനെ മെഡിസിറ്റിയിൽ ചേരുകയാണ്. ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോഴാണോ മെഡിക്കൽ ബോർഡ് ചേരുന്നത്? അത് ഈ റിനെ മെഡിസിറ്റിയുടെ മെഡിക്കൽ ബോർഡാണോ മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ ബോർഡ് നിലവിലുണ്ടോ? SKN ഉമാ തോമസ് MLAയുടെ ആരോഗ്യ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി റിനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. അതിനെ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘവുമായി വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സംയുക്ത യോഗമാണ് നടക്കുന്നത്. അതിനുശേഷമാകും ഇന്ന് ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുരോഗതിയുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. രാവിലെ ഉമാ തോമസ് MLAയെ ബ്രോങ്കോസ്കോപ്പിക്ക് വിധേയമാക്കിയിരുന്നു. ശ്വാസകോശത്തിലെ പരിക്കുകൾ ഇന്നലെ കൂടുതലാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രോങ്കോസ്കോപ്പി പരിശോധനകൾ നടത്തുന്നത്. ഇതിനുശേഷം ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ എത്ര പുരോഗതിയുണ്ട്, ചികിത്സാക്രമങ്ങളിൽ മാറ്റം വേണോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനായും ഡോക്ടർമാർ നേരിട്ട് മാധ്യമങ്ങളോടും വിശദീകരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ഇന്നലത്തേക്കാൾ പുരോഗതിയുണ്ട് എന്നുള്ള ആശ്വാസകരമായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർമാർ വ്യക്തമാക്കും. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റമുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ കാലുകൾ ചലിപ്പിച്ചു, കണ്ണുകൾ തുറന്നു നോക്കാൻ ശ്രമം നടത്തി, ബോധാവസ്ഥയിലേക്ക് മടങ്ങി വരുന്നതിന് ചില സൂചനകൾ അങ്ങനെയൊക്കെ കിട്ടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വളരെ വേഗം ബോധാവസ്ഥയിലേക്കും അതുപോലെ വളരെ ആരോഗ്യാവസ്ഥയിലേക്കും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാജി പൊയ്കിലപ്പുറം 24 കണക്റ്റിൻ്റെ ഒരാളെങ്കിലും ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരുന്നെങ്കിൽ അർഹതപ്പെട്ടവർക്ക് എല്ലാം കിട്ടിയതിനെ കാര്യങ്ങളും അറിയാൻ പറ്റിയിരുന്നു. നമ്മുടെയും ലക്ഷ്യം അത് തന്നെയാണ്. എല്ലാ പഞ്ചായത്തിലും 24 കണക്റ്റിൻ്റെ ഓരോ ആളുണ്ടാകണമെന്ന് മാത്രമല്ല, ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാകണം. അതുപോലെ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ എല്ലാ ജില്ലയിലും കമ്മിറ്റികൾ ഉടനെ നിലവിൽ വരും. അതിന് ഏകദേശം ആളുകളൊക്കെ ആയിക്കഴിഞ്ഞു. 24 കണക്റ്റിൻ്റെ പ്രവർത്തനം 2025 കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയും ചെയ്യും. അതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു വരികയാണ്. വൈകാതെ പ്രിയപ്പെട്ടവരോട് പറയാൻ കഴിയും.